ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചിക്കൻ പൊരിച്ചിട്ട് കറി വെച്ചിട്ട് അതിനെ കൊണ്ടുള്ള കുഞ്ഞിപ്പത്തിലാണ്. അടിപൊളി ടേസ്റ്റാണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ചിക്കനാണല്ലോ, ബീഫല്ലേ സാധാരണ. എങ്ങനെയുണ്ട് ചിക്കൻ ഇട്ടിട്ട്? പൊളിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ഞാൻ ഒരു കിലോൻ്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് മസാലയെല്ലാം നമുക്ക് പെരക്കി വെക്കണം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ ഞാൻ മുളക് പൊടിയാണ് ഇടുന്നത്. ഒരു 2 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾ, പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം കൂടി പോണ്ട, കുറച്ച് ഡ്രൈ ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. കണ്ട, ഇതുപോലെ കിട്ടണം. ഇനി ഈ മസാലയിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ചിക്കൻ്റെ പീസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കണം. ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. നന്നായിട്ട് പിടിക്കണം ഇതിൽ മസാലയെല്ലാം, എന്നാലേ ഇത് ചിക്കൻ പൊരിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതുപോലെ നമ്മൾ പെരക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം പൊരിച്ചെടുക്കണം. ഞാനൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലുള്ള ഓരോ ചിക്കനും ഞാൻ നെയ്യിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് പൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം റെഡിയാക്കി എടുക്കാം. ഞാൻ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2.5 കഷ്ണം തക്കാളി, നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളിയും ഈ ഒരു പീസ് ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചിക്കന് ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്ന് നമ്മൾ മറിച്ചിടുന്നുണ്ട്. ഞാൻ ഈ ചിക്കൻ 2 ട്രിപ്പായിട്ടാണ് പൊരിച്ചിട്ടുള്ളത്, കാരണം ചെറിയൊരു പാനാണ്. ഇനി അടുത്തതായിട്ട് ഉള്ളി നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യം തന്നെ ഉള്ളിൻ്റെ തോല് നമ്മൾ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം നമ്മളെ 4 ഉള്ളിയും നന്നായിട്ട് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളി ഞാൻ കുക്കറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കുക്കറിലാണ് ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇതൊന്നും വാട്ടൊന്നും ചെയ്യുന്നില്ല, മൊത്തത്തിൽ ഞാൻ ഇതിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ തക്കാളി മുറിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് പച്ചമുളക് നീളത്തിൽ നടുകെ പിളർന്നിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിൻ്റെ തൊലി കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി അത് മൊത്തത്തിൽ ഞാൻ എടുക്കുന്നുണ്ട്. ഇതും ഇതുപോലെ തന്നെ തൊലി ഞാൻ ഫുള്ളായിട്ടൊന്നും കളയുന്നില്ല, അതിൻ്റെ മേലെയുള്ള തൊലിയെ ഞാൻ കളഞ്ഞിട്ട് മാറ്റി വെക്കുന്നുള്ളൂ. ഒടുവിൽ എനിക്ക് ഈ ഒരു അമ്മിക്കുട്ടി കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഇപ്പോൾ കൊടുത്തയച്ചതാണ്. വരുമ്പം കൊണ്ടുവരാൻ വിട്ടുപോയിട്ടുണ്ടേനും. ഞാൻ നാട്ടിൽ ഇതാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് എനിക്കൊരു കംഫർട്ട് തോന്നിയിട്ടില്ലേനു. ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ചതുക്കുന്നതാണെങ്കിൽ ഇതാ നല്ലത്. മിക്സി നമ്മൾ നന്നായിട്ട് പൊടിഞ്ഞിട്ട് പോകും. കണ്ട, ഇത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും ഞാൻ കുക്കറിലിടുന്നുണ്ട്. ഇതിൻ്റെ അളവ് ഞാൻ പറയാം. ഒരു 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ മൂടിയിട്ടിട്ട് ഞാനൊരു 3 വിസിലടിക്കുന്നുണ്ട്, എന്നാലേ ഉള്ളി എൻ്റെ വെന്ത് കിട്ടുള്ളൂ. ഇത് നമ്മൾ ചിക്കന് മൊത്തത്തിൽ പൊരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ കുഞ്ഞിപ്പത്തിൽ ഉരുട്ടാൻ വേണ്ടിയിട്ട് മാവ് കുഴക്കണം. ഞാനിത് എനിക്ക് ഇവിടുന്ന് പാക്കറ്റ് നന്മേൻ്റെ പത്തൽ പൊടിയാണ് കിട്ടിയത്. ആദ്യം ഞാൻ അമീസ് പൊടിയനും അല്ലെങ്കിൽ അരി അരച്ചിട്ടാണ്. നമ്മൾ ഗ്രൈൻഡറൊന്നും കൊണ്ടുവന്നിക്കില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു പത്തൽ പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1 കിലോൻ്റെ അടുത്ത് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഉപ്പും വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം.
നമ്മളെ കുഞ്ഞിപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് കുഞ്ഞിപ്പത്തിൽ ഉരുട്ടാൻ പോകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ നമ്മൾ സ്റ്റീമർ കിട്ടിയിട്ടുണ്ട്, ആവിച്ചമ്പ്. ഇതും നാട്ടിൽ നിന്ന് ഇപ്പം കൊടുത്തയച്ചതാണ്. ഇതിൽ ഞാൻ ഇത്രത്തോളം വെള്ളം എടുത്തിട്ട് തീ കുറച്ച് വെക്കുന്നുണ്ട്. എന്നാൽ മാത്രമേ നമ്മൾ ഉരുട്ടി കഴിയുമ്പോഴത്തേക്ക് ഈ വെള്ളം തിളച്ച് വരും, അന്നേരം നമുക്ക് വേഗമായി കിട്ടും. ഇനി ഞാൻ ഈ പാത്രം ഒന്ന് ടിഷ്യൂ കൊണ്ട് തുടച്ചതിന് ശേഷം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കൈമേലും ഒന്ന് സ്പ്രേ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അരി കുറച്ചെടുത്തതിന് ശേഷം ഉരുട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിപ്പത്തിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ബീഫ് വെച്ചിട്ടാണ്. അത് 2 കിലോ ബീഫിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പം ഞാൻ 1 കിലോൻ്റെ അടുത്ത് തന്നെ ചിക്കനെ കൊണ്ടാണ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പത്തിലെല്ലാം ഞാനിങ്ങനെ ഉരുട്ടിയിട്ട് ഇതുപോലെയാണ് ഉരുട്ടി കൊടുക്കേണ്ടത്. ഈ ചെമ്പ് നിറച്ചും ഉരുട്ടി കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് അടി പിടിക്കുകയൊന്നുമില്ല. കണ്ട, ഇത് ഇത്രത്തോളം ഞാൻ ഉരുട്ടിയിട്ടുണ്ട്. അതുപോലെ 2 ചെമ്പിലായിട്ട് ഉരുട്ടിയിട്ട് ഇനി മൂടി ചെമ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തട്ടും കൂടിയുണ്ട്, അത് കൊണ്ടുവരുന്ന സമയത്ത് ചെറുങ്ങനെ ഒടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് എടുത്തിട്ടില്ല. ഇനി ഇതൊരു 10 മിനിറ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മതി, നമ്മളെ കുഞ്ഞിപ്പത്തിൽ റെഡിയായി കിട്ടും. കുക്കറിലുള്ള വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ട, ഇതുപോലെ നമുക്ക് വെന്തിട്ട് കിട്ടും. ചില കുക്കറിൽ 2 വിസിൽ വന്നാൽ മതി കേട്ടോ, ചിലപ്പം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഈ ചിക്കൻ പൊരിച്ചത് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ പൊരിച്ച നെയ്യില്ലേ, ആ നെയ്യ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു സ്പൂണിലാണ് ഇട്ട് കൊടുത്തത്. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ മഞ്ഞളും മുളകിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓൾറെഡി ഇട്ടതാണല്ലോ. ഇനി ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ, കൂടിപ്പോവുകയോ ചെയ്യരുത്. നേരത്തെ ചിക്കനിലെല്ലാം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടുതലൊന്നും ഒഴിക്കണ്ട, കാരണം ഓൾറെഡി പൊരിഞ്ഞ ചിക്കനാണ്, അതുകൊണ്ട് കൂടുതൽ വേണ്ട, ഇത്ര മതി. എന്നിട്ട് മൂടി വെച്ചിട്ട് അസുമൽ വെച്ചിട്ട് ഒരു 4-5 വിസിൽ അത്ര മതി കേട്ടോ. അതിൽ കൂടിപ്പോണ്ട, കാരണം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മളെ ചിക്കൻ വെന്തടിഞ്ഞു പോകും. കുക്കറിൽ വിസിൽ വരെ ലേറ്റ് ആവും, അതുകൊണ്ട് 3 വിസിൽ അടിച്ചാൽ മതി. ഇനി അടുത്തതായിട്ട് കുഞ്ഞിപ്പത്തിന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങ അരക്കുന്നുണ്ട്. ഇത്രയും തേങ്ങ ഫുള്ളായിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇത് 1 മുറി തേങ്ങയാണ്. അടുത്തതായിട്ട് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, വെള്ളം കൂടി പോണ്ട. ഇനി മിക്സിയിലിട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം, വല്ലാണ്ടങ്ങ് അരിഞ്ഞു പോണ്ട. അപ്പോൾ ഇത് അരച്ചിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇറച്ചിക്കറി വെന്തിട്ടുണ്ട്, ഒന്ന് നോക്കൂ നമുക്ക് വെന്തിക്കോ ഇല്ലയോന്ന്. അപ്പം നമ്മൾ ഇറച്ചിക്കറി ഇവിടെ സെറ്റ് ആയിക്കുണ്ട്, നല്ല ടൈറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്, അധികം ലൂസൊന്നും ആയിപ്പോയിക്കില്ല, ചിക്കനൊന്നും അടിഞ്ഞു പോയിക്കില്ല. ഇതിലെല്ലാം പെർഫെക്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്, ഉപ്പെല്ലാം കണക്കാണ്. ഇനി വേവിച്ച കുഞ്ഞിപ്പത്തിൽ നമ്മൾ എടുത്ത് മാറ്റുന്നതാണ്. ഇത് 2ാമത്തെ ട്രിപ്പാണ്. ഞാൻ ഇതിൽ മുന്നേ ഒന്നും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടേനു. നമ്മൾ വെന്ത കുഞ്ഞിപ്പത്തിൽ 10 മിനിറ്റ് ഒന്ന് ആറാൻ വേണ്ടി വെക്കണം. ആ ചൂടാലെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പറ്റി പിടിക്കും. ഒന്ന് ആറിക്കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ബൗളിലേക്ക് കുഞ്ഞിപ്പത്തിലെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം എടുത്തിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കണം. ഇതുപോലെ കുടഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുലുക്കണം. കണ്ട, ഇതുപോലെ കുലുക്കിയെടുക്കണം. ഇനി നിങ്ങളൊന്ന് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം വേറിട്ട് തന്നെ നിൽക്കും, ഇതൊന്നും ഒട്ടിപ്പിടിക്കൂല. ഇതാ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മളെ കുഞ്ഞിപ്പത്തിൽ ഇവിടെ സെറ്റായിക്കുണ്ട്, നന്നായിട്ട് മസാല. ഇനി ഇതിനെല്ലാം നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. അതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു കുറച്ച് വലിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 3 ചുവന്ന കായ്മുളക് നടുകെ പിളർന്നിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. എന്നിട്ട് നമ്മൾ ഇറച്ചിക്കറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. നമ്മളെ കറി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്, ലാസ്റ്റ് ടൈം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനി നമ്മൾ അരച്ച് വെച്ച തേങ്ങയും ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കിയാൽ മതി, കൂടുതലാണോ കുറവാണോ എന്ന് നമുക്ക് നോക്കാം. തേങ്ങേൻ്റെ അളവ് കൂടിപ്പോണ്ട, അപ്പം നമ്മളെ എരിവെല്ലാം നഷ്ടപ്പെടും. ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കുഞ്ഞിപ്പത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
കണ്ണൂർ കോഴിക്കോട് മലബാർ ഭാഗത്തുള്ളവർ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കാണ്ട് വെക്കൂല. ബാക്കിയുള്ളവർക്കാണ് കുഞ്ഞിപ്പത്തിൽ ഒന്ന് കൺഫ്യൂഷൻ ഉണ്ടാവുക. പക്ഷേങ്കിൽ ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. നമ്മൾ അരക്കുന്നതിൻ്റെ തൊട്ട് അരിയൊന്നും അരക്കണമെന്നില്ല. ഇതുപോലെ അരിപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. ഇത് ഞാൻ എല്ലാം കൂടിയിട്ട് മൊത്തത്തിൽ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കാര്യം എളുപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. തീ കുറച്ചിട്ടാണ് വെക്കേണ്ടത് കേട്ടാ. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഞാൻ വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, കമൻറ്റ് ചെയ്യാം. ഞാൻ UAE വന്നിട്ടിടുന്ന ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കുണ്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യുകയും ചെയ്യണം. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ എല്ലാവർക്കും കുഞ്ഞിപ്പത്തിൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ നോമ്പിന് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമാണിത്. പണിയുണ്ടെങ്കിലും കഴിക്കാൻ എളുപ്പമാണ്. പണ്ട് വായിലെല്ലാം വെച്ചിട്ടേനും ഉണ്ടാക്കൽ. ഇപ്പം നമ്മൾ ഇതുപോലെ ചെമ്പിൽ വേഗം ഉരുട്ടിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കഴിക്കാൻ ഈ മസാലയെല്ലാം കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെ കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ബൈ.